ഹലോ കിഡോസ്, ഇന്ന് നമ്മളൊരു വാഗമൺ ട്രിപ്പാട്ടോ പോകുന്നത്. ബൈ ദ വേ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ രാവിലെ വെളുപ്പിന് 6 മണിക്കാണ് യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങി ഞങ്ങളൊക്കെ കാറിൽ നല്ല ഉറക്കമായിരുന്നു. ഫുഡ് സ്പോട്ട് എത്തിയപ്പോൾ സടാ കൊടാന്ന് പറഞ്ഞ് എണീറ്റു. നമ്മൾ കാവീസ് കഫേയിലാട്ടോ പോയത്. അവിടുത്തെ മെനു ഐറ്റംസാണ് ഇതെല്ലാം. ഞാൻ ഓർഡർ ചെയ്തത് മസാല പൊടി ദോശയായിരുന്നു. പിന്നെ എല്ലാവരും മൂന്ന് വെറൈറ്റി ദോശകളാണ് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞത്. സാദാ മസാല ദോശ, പിന്നെ നെയ് റോസ്റ്റ്, അങ്ങനെ 4 ഐറ്റംസ്. പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പോയ ഫുഡുകളൊക്കെ ഭയങ്കര വർത്തായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. യാത്രയൊക്കെ നല്ല രസമുള്ള എന്താ പറയുക, വഴികളും അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബർ തോട്ടങ്ങളും. എൻ്റെ പൊന്നോ, എന്തോരം റംബൂട്ടാൻ്റെ മരങ്ങളെ കണ്ടതെന്നറിയോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കണ്ടിട്ടൊക്കെ കൊതിയായിരുന്നു. നമ്മളെ വീട്ടിലൊന്നും ഇത്രയും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഒരു റംബൂട്ടാൻ്റെ തൈ മേടിച്ച് വെക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പോയി. എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൈഗർ കുട്ടനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. എന്താ പറയുക, ഒരു തരം കുഞ്ഞു മുഖമൊക്കെ ആയിട്ട് നല്ല രസമുള്ളായിരുന്നു. നമ്മൾ റൂമിലെത്തിയപ്പോൾ ഇതായിരുന്നു പുറത്തോട്ടുള്ള വ്യൂ. നമ്മൾ എന്താ വാഗമൺ സെൻറ്ററിൽ തന്നെ ആയിരുന്നു നമുക്ക് റൂം ഇട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ കാണുന്ന മലയൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അതിൽ വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 മണി നേരമായിട്ടുണ്ട് ഞങ്ങൾ വാഗമണ്ണിൽ എത്തിയപ്പോൾ. ഞങ്ങൾ ചിന്നൂസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. അവിടുത്തെ ഫുഡും ഓൾമോസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു തനി നാടൻ സ്റ്റൈലായിരുന്നു. പോയപ്പോൾ അതാണ്ട് തിരക്ക്. ഓരോരുത്തർ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വേണം, ഇങ്ങനെ നോക്കി നിന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് നോക്കി. അവർ തീരുന്നതിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് സീറ്റ് കിട്ടുന്നത്. നോക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിനൊക്കെ ഓർഡർ കൊടുത്തു. നോർമൽ ഫുഡാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. അതിലൊരു ബീഫ് റോസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ആ സമയത്ത് ഇതാണ്ട് മഴ തുടങ്ങി. എന്തൊരു മഴയായിരുന്നു പൊന്നോ, നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പോൾ ഒന്ന് ഇതായതിന് ശേഷം ഞങ്ങൾ ജീപ്പ് റൈഡ് എടുത്തായിരുന്നു കേട്ടോ. ഒരു 3-4 സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഒരു കോസ്റ്റ് പറഞ്ഞത് 2000 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അവർ ഫസ്റ്റ് പോയത് എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്, വെള്ളാറങ്കല്ലോ അങ്ങനെ എന്തോ ഒരു വെള്ളാർമലോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കയറി ഞങ്ങൾ പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാനായിട്ട്. നല്ല പൊക്കത്തിയിൽ നിന്നിട്ട് അടിയിലേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ആ വ്യൂ ഒരു 2 മിനിറ്റേ കാണാൻ പറ്റുള്ളൂ, അത് 2 സെക്കൻഡ്. അപ്പോഴേക്കും കോട വന്ന് മൂടിയായിരുന്നു. അത് കാരണം കൊണ്ട് വീഡിയോ ഒന്നും അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു അരുവി പോലെ കണ്ടത്. ആ അരുവി കണ്ടപ്പോഴാണ് അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ നോക്കി നിന്ന്. അടിപൊളി, നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ മഴയുള്ള കാരണം കൊണ്ട് വാട്ടർ നല്ല ഫ്ലോയിലായിരുന്നു, ഭയങ്കര വാട്ടർ ഫ്ലോ ആയിരുന്നു. പിന്നെ പോയതാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഇത് ഏതാണെന്ന് മനസ്സിലായോ, നമ്മളെ ലോക സിനിമ ഉണ്ടല്ലോ, അതിൽ നമ്മളെ കത്തനാർ വന്ന് നീലിനെ തിളക്കണ ഒരു ഗുഹ ഉണ്ടല്ലോ, അതാണത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. പിന്നെ അടുത്തത് സൂസൈഡ് പോയിൻ്റ് ആയിട്ടാണ് പോയത്. സൂസൈഡ് പോയിൻറ്റിൽ രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു, അടിപൊളി, ഫുൾ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ വിസിറ്റ് ചെയ്ത ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടൈമും ക്ലൈമറ്റൊക്കെ സൂപ്പറായിരുന്നു. ഒരു മഴ ഉണ്ടെന്നുള്ളത് ഒഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കോട വന്ന് അങ്ങോട്ട് മൂടനെ കാണുമ്പോൾ ഇതാണ്ട് അവിടെ കാണുന്നൊരു കുഞ്ഞരുവി ഉണ്ടല്ലോ, അത് വലിയൊരു അരുവിയാണ്. പുതിയൊരു അറിവാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കറങ്ങി വന്ന മലകൾ. നമ്മൾ റൂമിൽ നിന്നാൽ കാണുന്നതാട്ടോ അതൊക്കെ. നല്ല രസമായിരുന്നു. രാത്രിയിലൊക്കെ നല്ല രസമായിരുന്നു പുറത്തിറങ്ങി നടക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു സിറ്റുവേഷനായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ പോയത് അഡ്വഞ്ചറസ് പാർക്കിലാണ് കേട്ടോ.
എൻ്റെ പൊന്നേ, രക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ കാണാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ ആയിരുന്നില്ല. അത് കണ്ട് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം കഴിയുമ്പോഴത്തേനും ഫുള്ള് പുക. ധാരടാ ഇപ്പം ഇങ്ങനെ ഒരു പുക. നോക്കുമ്പോൾ കോടയാട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയാം കോട കാണാനായിട്ട്. ഫുള്ള് നമ്മൾ എന്താ പറയുക, സ്വർഗത്തിലെത്തിയൊരു ഫീലിംഗ് പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇത് നോക്കി നിന്ന് കുറേ നേരം നിന്നിട്ടോ. ഇത് കാണുന്ന പോലെയല്ലല്ലോ, എന്ത് അങ്ങോട്ട് വലിച്ചു വിട്ടാലല്ലോ അറ്റാക്ക് വരാത്തവർക്ക് വരെ, നോക്കി നിൽക്കുന്നവർക്ക് വരെ അറ്റാക്ക് വരുന്നൊരു സംഭവം. രക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ രക്ഷ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നവർ എങ്ങനെയാണാവോ, എന്താ പറയുക, സ്വർഗത്തിലോട്ട് പോണ പോലൊരു ഫീലിംഗ് ആയിരുന്നു. വലിച്ച് നിൽക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ വല്ലാത്തൊരു, ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല, ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ ബട്ടർഫ്ലൈ മൊത്തത്തിൽ അങ്ങോട്ട് പാറി പറക്കണ ഒരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ ദാണ്ടെ ആ നീല കാണുന്നുണ്ടല്ലോ, അതിന് മറ്റേ ജമ്പിങ് ആണ് കേട്ടോ. അത് വലിയ കുഴപ്പം കാണുന്നില്ല നോക്കി നിൽക്കുമ്പോൾ, പക്ഷെ ചെയ്യുമ്പോൾ നമുക്കറിയില്ല. ഞാൻ ആകെ എക്സ്പീരിയൻസ് ചെയ്തത് സ്വിങ്ങിങ് ആണ് കേട്ടോ. മറ്റേ നമ്മൾ ഊഞ്ഞാൽ, അപ്പോൾ അത് വലിച്ച് അങ്ങോട്ട് വിടും. എന്നാൽ ഒറ്റ മേലെ ഇറങ്ങേ. ഇതിൽ കുറേ അഡ്വഞ്ചറസ് ഉണ്ടായിരുന്നു കേട്ടോ. സൈക്ലിങ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്ലിങ്ങും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തത്. സൈക്ലിങ് ഒക്കെ കണ്ട് എല്ലാം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഊഞ്ഞാലാടാൻ വേണ്ടി പോയത്. ഞാനും എൻ്റെ അനിയത്തിയാട്ടോ പോയത്. ഇത് കുറേ നേരം നോക്കിയിരുന്നായിരുന്നു, അത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അത് കണ്ടതിന് ശേഷം ഞങ്ങളെ മൊത്തത്തിൽ കിളിപ്പാറി കൂടും കുടുക്ക എടുത്തിട്ടാണ് പോയത്. പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നില്ല. ദാണ്ടെ ആ പോകുന്നത് കണ്ടോ, ഇതിങ്ങനൊന്നുമല്ല. ആ കാണുന്ന ആൾക്ക് നല്ല സൗണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ കോട വന്ന് മൂടിയ സിറ്റുവേഷനായിട്ടോ ഈ കാണുന്നത്. സൈക്ലിങ്ങിൻ്റെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതിൽ പോയത് എങ്ങനെ പോയെന്നുള്ളത് അറിഞ്ഞൂടാ, അത്രയും കോടയായിരുന്നു. പിന്നെ അപ്പം തന്നെ കോടയും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.